ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹണി റോസ് വന്നതിനെ പറ്റി നമ്മുടെ നിരഞ്ജന അജയോട് പറയുമ്പോൾ അതുവരെ ആൾ കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അജയുടെ ഒച്ചയൊക്കെ താനെ അങ്ങ് താണു. എന്നാലും ഈ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഹണി റോസ് എങ്ങനെ അറിഞ്ഞു എന്നാണ് മനസ്സിലാകാത്തതെന്ന് നിരഞ്ജന പറയുമ്പോഴും ഇവൻ ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിനേക്കാളും വലിയൊരു വിഷയമുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവളെ നമ്മൾ ഒരിക്കലും പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നും നമ്മുടെ വിവാഹത്തിന് 1-2 ദിവസം മുൻപേ കണ്ടത്. അജയ് ഇത് ഓർക്കുന്നുണ്ടോ എന്ന് നിരഞ്ജന ചോദിച്ചു. അജയ് മിണ്ടുന്നില്ല. പുറത്ത് വെച്ച് നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ്റെ പഴയ ഒരു ക്ലയൻറ്റ് ആണെന്നും പറഞ്ഞ് ഒരു സ്ത്രീ വന്ന് പരിചയപ്പെട്ടത് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ചെന്നൈക്കാരിയാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ അവളാണ് ഞാൻ പറഞ്ഞു കേട്ട ഹണി റോസ് എന്ന് നിരഞ്ജന പറയാം. ശരണുമായി ചേർന്ന് കല്യാണ ദിവസം അജയെ തട്ടിക്കൊണ്ടുപോയത് അവളാണ് എന്നുള്ളൊരു സംസാരം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ശരണുമായി അവൾക്ക് ബന്ധമുള്ള കാര്യം ഉറപ്പായതല്ലേ എന്ന് ഇയാൾ ചോദിക്കുക. പിന്നെ ശരൺ വഴിയാകും എസ്റ്റേറ്റിനെ പറ്റിയൊക്കെ അവൾ അറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ അജയ് പറഞ്ഞപ്പോൾ അജയ് അത് വിൽക്കാൻ എന്തായാലും ആരും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെന്തിന് അവൾ അതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരണം? അതിൻ്റെ ആവശ്യം എന്താ? ഇവിടെ എല്ലാവരുടെയും ചോദ്യവും അത് തന്നെയാണെന്ന് പറഞ്ഞു നിരഞ്ജന. എസ്റ്റേറ്റ് വിൽക്കണമെന്നുള്ള ആവശ്യം അത് അജയുടേതാണ്. നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് അജയ് ചോദിച്ചു. ശരൺ എന്നെ വിളിച്ചപ്പോൾ അത് വിൽക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ സംസാരത്തിനിടയിൽ പറഞ്ഞായിരുന്നു എന്ന് അജയ് പറയാം. ശരണും അജയും തമ്മിൽ കണക്ഷനൊന്നും ഇല്ലാന്നല്ലേ എന്നോട് അന്ന് പറഞ്ഞത്? വിവരം പറഞ്ഞ് ശരണെന്നെ വിളിച്ചായിരുന്നു. അല്ല, എന്നിട്ട് അച്ഛൻ എന്താ ഹണി റോസിനോട് പറഞ്ഞേ? സ്ഥലം വിടാൻ പറഞ്ഞു അവളോട്. അച്ഛൻ അതല്ലാതെ വേറെ എന്താ അവളോട് പറയേണ്ടിയിരുന്നെന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞിരിക്കുക. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ബന്ധം അവൾക്കുണ്ട്, അത് ഉറപ്പാ. അന്ന് എന്നെ പരിചയപ്പെടാനായിട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞ പേര് ഹണി റോസ് എന്നൊന്നും ആയിരുന്നില്ല, മറ്റെന്തോ പേരായിരുന്നു. റോസ്മേരി എന്നെങ്ങാണ്ടാണെന്ന് എൻ്റെ ഒരു ഓർമ്മ എന്നൊക്കെ നിരഞ്ജന പറയുക. ശരിക്കും അവൾ സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരാണെന്നും, പക്ഷെ എന്നോട് അവൾ പറഞ്ഞത് ചെന്നൈയിൽ നിന്നാണ്. മൊത്തത്തിൽ അവളൊരു കള്ളിയാണ്, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവളിലുണ്ട്. അപ്പോൾ അവളുടെ പുറകിൽ എന്തൊക്കെയോ വലിയ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അത് സത്യമായ കാര്യമാണ് അജയ്. നമ്മുടെ കല്യാണത്തിനും ക്ഷണിക്കപ്പെടാതെ ഹണി റോസ് വന്നത് അച്ഛനും കണ്ടതല്ലേ എന്ന് നിരഞ്ജന ചോദിക്കുക. അപ്പോഴും ഇവൻ നിന്നിങ്ങനെ ഉരുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത്രയും നാളും പഞ്ചപാവമായി നിന്നിട്ട് താൻ ഈ സ്വരൂപം കുറേശ്ശെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അജയ്. അപ്പോൾ എന്തൊക്കെയാ അജയ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ നടക്കുന്നേ എന്ന് നിരഞ്ജന അജയോട് ചോദിച്ചു. പിന്നെ ഹണി റോസ് ശരിക്കും ആരാ? എന്തിനാ അവള് നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത്? അജയ് ഒന്ന് അന്വേഷിച്ചത് കണ്ടുപിടിക്കണം കേട്ടോ എന്ന് നിരഞ്ജന പറഞ്ഞപ്പം ഞാനെന്തിനാ അവളുടെ പിന്നാലെ പോകുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ശരൺ വഴിയാണ് അവളിവിടെ എത്തിയെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ല എന്ന് ഈ നിരഞ്ജനയോട് അജയ് തറപ്പിച്ചു പറയുക. പിന്നെ എസ്റ്റേറ്റ് വാങ്ങാൻ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കച്ചവടമാക്കാൻ നോക്കണം, അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അജയ ചിന്ത അങ്ങ് വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു നിരഞ്ജന. എന്നിട്ട് ധൂമകേതു പോലെ അളകാപുരിയെ ലക്ഷ്യം വെച്ച് വരുന്ന ആ ഹണി റോസിന്റെ ശരിക്കുള്ള ലക്ഷ്യം അജയ് മനസ്സിലാക്കി വെക്കാൻ നിരഞ്ജന അജയോട് പറയാം. അതാണ് അജയ്ക്ക് നല്ലതെന്ന്. പിന്നെ കുടുംബത്തെ രക്ഷിക്കാൻ ഒന്ന് കരുതിക്കൂട്ടിയിരിക്കുന്നതേ വളരെ നല്ലതാണെന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് പോയി. അതും പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അജയ് ഇങ്ങനെ തലയും പെരുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം അഡ്വക്കേറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് ശരണുമായി വീണ്ടും കണ്ട് സംസാരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അമൃത പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ തനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് എന്നോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും, അത് ഒരു രീതിയിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഒരിക്കലും വക്കീലിൻ്റെ ഒരു ജോലിക്ക് ഇതൊന്നും ബാധകമാവില്ല. പിന്നെ വക്കീലിന് നഷ്ടപ്പെടുന്ന ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തരുമെന്നും പറഞ്ഞ് ശരൺ ഇങ്ങനെ വക്കീലിനോട് പറയാം. വക്കീല് അവളെ ഒന്ന് വിളിക്ക് പ്ലീസ്, വക്കീല് പ്ലീസ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ ശരി നിങ്ങളെ ഞാൻ വിശ്വസിക്കാം, ഞാൻ അമൃതയെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വക്കീല് വിളിക്കുക. എന്നിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഗാന്ധി പാർക്കിൻ്റെ സമീപമുണ്ട്, അമൃത പെട്ടെന്ന് തന്നെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ശരി ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമൃത ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോയി. ശരണ ഇങ്ങനെ പ്രതീക്ഷകൾക്കപ്പുറം പ്രതീക്ഷകളായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അഭിയും അച്ഛനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അച്ഛൻ്റെ മാനസികാവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറയുക, ഞങ്ങളെ ചൊല്ലി ഈ വീട് 2 ചേരിയായിട്ട് മാറിക്കഴിഞ്ഞെന്നും പരസ്പരം കണ്ടാൽ പോലും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നൊക്കെ ഉള്ള കാര്യം അഭി ഇങ്ങനെ അച്ഛനോട് പറയുക. അച്ഛൻ നിസ്സഹായനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അച്ഛാ, അച്ഛനെ ഭാരം ഒന്ന് ഇറക്കി തന്ന ഞങ്ങളുടെ വഴി നോക്കി പോയേനെ എന്ന് അഭി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛൻ ഞെട്ടി ഇങ്ങനെ നോക്കുക മകനെ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ അതേ ഒരു വഴിയുള്ളൂ, ഞങ്ങളിപ്പോൾ പോയാൽ അതിനെല്ലാവരും മറ്റൊരർത്ഥമായിരിക്കും കാണുക എന്ന് പറഞ്ഞു. അല്ല നിങ്ങളെവിടെ പോകാനാണെന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. എന്നെ വേണ്ട എന്ന് വെച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പം ഞാനിതൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യങ്ങളല്ലല്ലോ അച്ഛാ,
അമ്മ അച്ഛൻ്റെ മുന്നിലേക്ക് വരികയോ അച്ഛന് ഭക്ഷണം തരികയോ ചെയ്യുന്നില്ല. അതെല്ലാം എൻ്റെ പേരിലാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാകില്ല. പിന്നെ അമ്മയിലൊരു മാറ്റം ഇനി അതുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതുമില്ല എന്ന് അഭി പറയുക. എല്ലാവരുടെയും ആഗ്രഹം അത് അച്ഛൻ നിറവേറ്റി കൊടുക്കണം എന്ന് മകൻ പറയുമ്പോൾ, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം അഭി, ഈ ഒരു കാര്യം മാത്രം നീ എന്നോട് ആവശ്യപ്പെടാൻ പാടില്ല എന്ന് അച്ഛൻ പറയുവാണ്. ഞാൻ അതിനൊരിക്കലും വഴങ്ങി തരില്ല എന്ന്. അഭി ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുണ്ട്, നല്ലതുപോലെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു പാഠമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെ എത്ര സ്നേഹിച്ചാലും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാലും ഒരു തെറ്റിദ്ധാരണ മതി നമ്മളെ അവർ വെറുക്കാൻ, കറിവേപ്പില പോലെ എടുത്തെറിയാൻ. അന്ന് വരെയുള്ള ജീവിതമൊക്കെ അവർ മറന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ അഭിയോട് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഞാനിപ്പോൾ അതെല്ലാം നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഈ ജീവിതം നിനക്കൊരു പാഠമായിരിക്കണം എന്ന് അച്ഛൻ മകൻ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക. ആരെയും അമിതമായി സ്നേഹിക്കരുത്, ആരെയും അമിതമായി വിശ്വസിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് സൂര്യ മകനോട് പറയുന്നു. കണ്ണാടി പോലെയാണ് നമ്മളുടെയൊക്കെ ജീവിതം. അതെ, അത് തകർന്നു പോയാൽ പിന്നെ മുഖം നോക്കാനാവില്ല എന്നും അതിനേക്കാളും ഭേദം ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണെന്നും ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ ഒരിതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അജയ് നേരെ ഹണി റോസിനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് ഹണിയെ പേടിപ്പിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞതാ എൻ്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് നീ ഇനി വരരുത് എന്ന്. പക വീട്ടുന്നത് പോലെ നീ ചെയ്തതേ നേരെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് കൊണ്ടായിരുന്നില്ലേ? അതെന്തായിരുന്നു? എന്താ നിന്റെ ഉദ്ദേശം എന്ന് അജയ് ചോദിച്ചപ്പം, എനിക്കൊരു ഉദ്ദേശമേ ഉള്ളൂ, മൂന്നാറിലെ ആ പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് വിൽക്കണം. അജയ്ക്ക് കിട്ടുന്ന ഷെയർ മതി നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനെന്ന് ഹണി അജയോട് പറയുവാണ്. അജയ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുക. പിന്നെ ശരണിൻ്റെ ഭാര്യയ്ക്കും ഷെയർ കിട്ടുമല്ലോ, പിന്നെ അയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഷെയർ തിരിച്ചു തരാനും കഴിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമൃത ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നീ വീട്ടിലേക്ക് കയറി വന്നതിന് എൻ്റെ വീട്ടുകാർ സംശയത്തോടെയാണ് അതിനെല്ലാം കാണുന്നത്. ശരണിനെ പിടിച്ചൊന്നും പ്രതിരോധിക്കാൻ എനിക്കിനി കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് വന്നപ്പോൾ അജയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അജയ്. മുൻപ് നിരഞ്ജനയുടെ മുൻപിൽ നീ മറ്റൊരു പേര് പറഞ്ഞു വന്നത് മറന്നുപോയായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ലെന്നും മൂന്നാറിലെ പ്രോപ്പർട്ടി വിൽക്കാൻ തയ്യാറാണ് എങ്കിൽ എൻ്റെ ആളുകൾ അത് വാങ്ങാനും തയ്യാറാണെന്ന് ഹണി പറഞ്ഞു. അജയ് ഒന്ന് മനസ്സിലാക്കണം, വെറുതെ ഒരു സംസാരത്തിനായിട്ട് കയറി വന്നവളൊന്നും അല്ല ഞാൻ. അപ്പോഴാണ് നമ്മുടെ അമൃതയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ശരൺ. അപ്പോൾ ശരൺ ഇങ്ങനെ കൊണ്ടുവന്ന് അമൃതയെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ഒരു ഗ്യാപ്പിട്ട്. അപ്പോൾ എൻ്റെ പേരിൽ നിങ്ങളൊക്കെ അപവാദം പറഞ്ഞു നടക്കുന്ന ആ ഹണി റോസും നിന്റെ സഹോദരനും നിൽക്കുന്നതെന്നും പറഞ്ഞ് അമൃതയെ കാണിച്ചു കൊടുത്തു. നീ കണ്ണ് തുറന്ന് കാണാൻ പറഞ്ഞു. ആ സമയത്ത് ഹണിയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് അജയ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് അമൃത കാണുന്നത്. അത് കണ്ട് അമൃതയുടെ കണ്ണ് തള്ളിപ്പോയി. അമൃത ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഈ അജയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതെന്നും അത് നിന്നെ നേരെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതെന്നും ശരൺ ഇങ്ങനെ പറയാം. ഇത് കേട്ട അമൃത കാണുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, കയ്യെ പിടിക്കുന്നു, കാലെ പിടിക്കുന്നു. ഇതൊക്കെ കണ്ടിങ്ങനെ അമൃതയുടെ നാവിറങ്ങിപ്പോയൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൾക്ക് താമസിക്കാൻ എന്നെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിപ്പിച്ചതും ഈ അജയ് ആണെന്നുള്ള കാര്യങ്ങളും ശരൺ പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് ശരൺ ഈ വിവരങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് അമൃത ചോദിച്ചപ്പം, ഞാൻ വാങ്ങിയ പണം വെച്ച് അജയും ഹണിയും കൂടി എന്നെ ലോക്കാക്കിയതാണെന്നുള്ള കാര്യം ശരൺ ഇങ്ങനെ അമൃതയോട് പറയുക. അപ്പം അതെല്ലാം കേട്ട് അങ്ങനെ ആകല്ലാതായിട്ടിരിക്കും അമൃത. അവൾ പണം മടക്കി ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ഇപ്പോഴും എൻ്റെ കയ്യിലില്ല. ആ ഒരൊറ്റ കാരണമാണ് അതിൻ്റെ പുറകിൽ. നീ പെറ്റീഷൻ ഇന്ന് ഫയൽ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ഓർത്തില്ല. ബിസിനസ്സിനേക്കാളും എനിക്ക് വലുത് നീയാണ് അമൃതയെ എന്ന് ശരൺ അമൃതയോട് പറയുന്നു. ഇതൊക്കെ കേട്ട അമൃത അന്തം വിട്ടിരിക്കുകയല്ലേ. അന്ന് മദ്യപിച്ച് അളകാപുരിയിൽ വന്നത് എല്ലാം ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടി തന്നെയാണെന്നും അന്ന് അജയ്യെ എന്നെ ഓടിച്ചു വിടാൻ കാണിച്ച തിടുക്കുണ്ടല്ലോ, അത് നീ ഒന്ന് ഓർത്ത് നോക്കാൻ പറഞ്ഞു. ശരിയാണ്, അജയ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ അമൃത ഇരുന്ന് ആലോചിക്കുക. ഈ സമയത്ത് അവർ വീണ്ടും അവിടെ സംസാരം തുടരുകയാണ്. ഡേവിഡ് ബാംഗ്ലൂരിൽ വന്നപ്പോഴാണ് സംസാരത്തിനിടയിൽ നിങ്ങളുടെ എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത് എന്ന കാര്യങ്ങൾ ഇങ്ങനെ ഹണി പറയുവാണേ. നിന്റെ അച്ഛൻ്റെ പേര് കേട്ടപ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ് ഒരച്ഛൻ മറ്റു മക്കൾ അറിയാതെ ഒരു മകനും മരുമകൾക്കും കരുതി വെച്ച സമ്മാനമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഹണി അജയോട് പറയുക. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി അപർണ വഴി ഞാനത് വർക്കൗട്ട് ചെയ്യുകയായിരുന്നു എന്ന കാര്യവും ഹണി അജയോട് പറയുന്നു.
അവൾക്കും അവളുടെ അച്ഛനും അറിയില്ല വിവരം ചോർത്തി കൊടുത്തത് ഞാനാണ് എന്നുള്ളത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഡോക്യുമെന്റ്സിന്റെ കോപ്പി എങ്ങനെയാ പുറത്തു വന്നതെന്ന് അജയ് ചോദിച്ചു. അത് അപർണയുടെ അച്ഛൻ തമ്പിയുടെ മിടുക്കാണെന്നും നിന്നോട് പറഞ്ഞാൽ പോലും നടക്കാത്ത കാര്യങ്ങളല്ലേ അപർണ ചെയ്തതെന്ന് ഹണി അജയോട് പറയുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതിപ്പറി നിന്ന് കണ്ടുകൊണ്ട് നിനക്കറിയേണ്ടതെല്ലാം നിന്റെ കൺമുന്നിൽ നീ കണ്ടില്ലേ എന്ന് ശരൺ അമൃതയോട് ചോദിക്കൂ കേട്ടോ. അമൃത ദേ ഇനി എനിക്ക് നിന്നോട് കുറച്ചുകൂടി കാര്യങ്ങളൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് എന്ന കാര്യം ശരൺ ഇങ്ങനെ പറയൂ കേട്ടോ. ഹണി റോസുമായിട്ടുള്ള എൻ്റെ എഗ്രിമെൻറ്റ്സ് എല്ലാം നിന്നെ കാണിക്കുകയും വേണമെന്നും ശരൺ അമൃതയോട് പറയുക. കുറച്ച് സമയം എനിക്ക് വേണ്ടി നിനക്കൊന്ന് തന്നൂടെ എന്ന് ചോദിച്ചപ്പം ശരൺ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞു അമൃത. അങ്ങനെ ശരണിന് സമാധാനമായി. അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി. എന്തായാലും ഡിവോഴ്സ് കേസിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നും അജയുടെ അവിഹിതം കണ്ടുപിടിച്ചതോടുകൂടി അമൃത പിന്മാറുന്ന ലക്ഷണമൊക്കെയാണ് വരുന്നത്. ഈ സമയത്ത് വീണ്ടും അജയും അതുപോലെ ഹണിയുമായിട്ടുള്ള ആ ഒരു സംസാരം തുടരുക. ദേ എസ്റ്റേറ്റ് വിൽക്കാമെന്ന് നിന്റെ അച്ഛൻ സമ്മതം മൂളിയാൽ മാത്രം മതി, അത് വാങ്ങാൻ ആളെ ഞാൻ കൊണ്ടുവരാമെന്ന് ഹണി അജയോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻ്റെ ഈ വരവ് തന്നെ അതിനു വേണ്ടിയിട്ടാണ് എന്നും പുള്ളിക്കാരി പറയണം. അപ്പം അതൊക്കെ കേട്ട് അജയ് ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പം തന്ത്രവും കുതന്ത്രവും കൊണ്ട് കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. ഏട്ടൻ്റെ മുന്നിൽ സെൻറ്റിമെൻസിൻ്റെ ചീട്ടിറക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് അച്ഛനെ സമ്മർദ്ദത്തിലാക്കുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് നീ അത് നടത്തിയെടുത്തിരിക്കണം എന്നും പറഞ്ഞ് അജയ് ഹണിയോടും വാശി പിടിച്ചിട്ട് അവിടെ നിന്ന് പോയി. അജയ് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി അളകാപുരിയാണ് കാണിക്കുന്നത്. അളകാപുരിയിൽ അപർണ ഇങ്ങനെ ഇരിക്കുന്നു. പാവ ലച്ചുവിനെ വലിച്ചഴിച്ച് കൊണ്ടുവരുവാണ് മുത്തശ്ശി അപർണയുടെ മുന്നിലേക്ക്. കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. കണ്ടോടി മോളെ, ദേ നാളെ ഡോക്ടറാകാൻ പോകുന്നവളാ. അയ്യോ വലിയ രോഗവും വന്നാ നമുക്ക് ഇവളെ വേണ്ടേ ഇന്ന് പോയി കാണാനായിട്ട്, ഇവളെ നന്നായി പരിഗണിക്കണേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുക. അപ്പം നീ എൻട്രൻസ് കോച്ചിങ്ങിനാണോ ചേർത്തത് എന്ന് അപർണ ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞു ലച്ചു. അതിനുള്ള ബുദ്ധി നിനക്കുണ്ടോടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ തല പിടിച്ചൊരു ഇതാക്കല്. നീ ആ എസ്റ്റേറ്റ് പണിക്കാരൻ രാഘവന്റെ മോളല്ല, അതുകൊണ്ട് ചോദിച്ചതാകട്ടോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇവളുടെ വിചാരവേ നേരെ ചെന്നങ്ങ് മെഡിസിന് ചേരാമെന്നാണെന്നും നിന്റെ കൂടെ പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ നിലയും വിലയുമുള്ള വീടുകളിൽ നിന്നും വരുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ അപർണ. എന്നിട്ട് ആ കൊച്ചിനെ അവിടെ ഇട്ട് അപമാനിക്കലും വഴക്കു പറയലും ഒക്കെ ആകട്ടോ. എന്നിട്ട് അതിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അപ്പോൾ അപർണയടുത്ത് ഞാൻ സത്യ പറഞ്ഞത് അവിടെയുള്ള 3 ബാച്ചിലും എനിക്കാണ് ടോപ്പ് മാർക്ക്, സത്യം ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒത്തിരി പൈസയൊന്നും ഇവിടുന്ന് ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കില്ല, ഞാൻ സ്കോളർഷിപ്പിൽ പഠിച്ചോളാം, നന്നായി പഠിച്ചാൽ എനിക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുമെന്ന് മേനോൻ സാർ പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ ലച്ചു അപർണയോട് പറയാം. ഇത് കേട്ടപ്പോൾ അപർണ നടുങ്ങി കേട്ടോ. പന്തം വിട്ടിങ്ങനെ നോക്കുക. മേനോൻ്റെ കോച്ചിങ് സെൻറ്ററിലാണോ നിന്നെ ചേർത്തതെന്ന് ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്ക് മനസ്സിലായി കൊച്ചിന് കിട്ടും എന്നുള്ളത്. അപ്പോഴേക്കും മേനോൻ്റെ കാര്യം കേട്ടതും അപർണ ഇങ്ങനെ എന്തൊക്കെ ആലോചിക്കുക. ഞാൻ പഠിച്ചോട്ടെ അപർണയെടുത്തി എന്നാൽ കൊച്ചു ചോദിക്കുക കേട്ടോ. പഠിക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപർണ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അപ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടി പെണ്ണേ, എല്ലാത്തിനും ഒരു തലവരയൊക്കെ വേണം. +2 മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് വെച്ച് തലവര മാഞ്ഞു പോകത്തൊന്നും ഇല്ല എന്നൊക്കെ ലച്ചുവിനോട് മുത്തശ്ശി പറയുക കേട്ടോ. അപർണ ഒന്നും മിണ്ടുന്നില്ല. അതുണ്ടാകണമെങ്കിലേ ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം. നിനക്കത് എവിടുന്ന് കിട്ടാനാടി? ഡോക്ടർ പോയിട്ട് ഒരു ജോലി പോലും കിട്ടാനുള്ള ഭാഗ്യം ദൈവം നിനക്ക് തരില്ലടി എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്നത് പോലെ സംസാരിക്കുക. ഞാൻ തന്നെയാടി ഇത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ലച്ചു അവിടെ നിന്ന് കരയാൻ തുടങ്ങി. നീ ഒരിടത്തും ചെന്ന് എത്തുവല്ലടി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിനെ ശപിക്കുക കേട്ടോ. അപ്പോൾ ദേ നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് എൻട്രൻസ് എഴുതാൻ പറ്റില്ല. മേനോൻ്റെ കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ കിട്ടുന്നത് 100% മെഡിസിൻ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടികൾക്കാണെന്നും അല്ലാത്ത കുട്ടികൾക്ക് അവിടെ പ്രവേശനം പോലും ഉണ്ടാകില്ല എന്ന് മുത്തശ്ശിയോട് അപർണ അന്നേരം പറയുക. അവൾ പറഞ്ഞത് കേട്ടതല്ലേ, അവിടെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് അവൾക്കാണെന്ന്. അപ്പോഴേക്ക് ഈ കൊച്ചിന് ഉന്തിത്തള്ളി അങ്ങ് പറഞ്ഞു വിട്ടു അപർണ. അതിനെ താഴെയുള്ളൂ വലിയമാരുടെ മക്കൾ പോലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ പറഞ്ഞിട്ട് എൻട്രൻസ് പുഷ്പം പോലെ എഴുതിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഡോക്ടറായിട്ട് വരുമ്പോൾ മകളെ നന്നായിട്ട് പരിഗണിക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ, പരിഗണിച്ചോളാം പറഞ്ഞു അപർണ. എന്തായാലും അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അവളുടെ കോച്ചിങ് മുടക്കണം മോളെ, അവൾ പഠിക്കാൻ ഉണ്ടാവരുത്, പഠിക്കാൻ അവൾ വീട്ടിൽ നിന്ന് പോകരുത്. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോലും പറ്റാതായി. അവളിനി പഠിക്കണ്ട, അവൾ വീട്ടിൽ തന്നെ ഇരിക്കണം, അവൾ പഠിക്കരുത്. ഹബി കൊണ്ടുപോയി എൻട്രൻസ് എഴുതിപ്പിച്ചാലും അവൾ ജയിക്കാൻ പാടില്ല. ഇനി എന്താടി മോളെ അതിനൊരു മാർഗം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ആലോചിക്കാനുള്ളത്? വീട്ടുപണിയെല്ലാം അവളുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കണം. അതിന് നളിനിയല്ലേ ഇവിടെ ഉള്ളത്. അവൾ ഉള്ളപ്പോൾ ലച്ചുവിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പം അതിന് വേണ്ടുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അപർണ ഒരു പോക്ക് അങ്ങ് പോവുക. ഞാനത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് നേരെ ആ കൊച്ചിൻ്റെ മുറിയിലേക്ക് പോയി അത് പഠിക്കുന്ന ബുക്കൊക്കെ എടുത്ത് ഈ അപർണ വലിച്ച് കയറുക.
ഞാൻ പറയുന്നത് ആദ്യം നീ കേട്ടിട്ട് നീ പഠിച്ചാൽ മതിയെന്നും പറഞ്ഞു എവിടുന്നോ വന്ന നിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിലിരുത്തി പഠിപ്പിച്ച് MBBS കാരിയാക്കാവന്നേ ഞങ്ങൾ ഒരിടത്തും നേർച്ച നേർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ലച്ചു അപർണയെടുത്തി ആ ബുക്കിങ് താ എന്ന് പറഞ്ഞു. അപർണയെടുത്തി പറഞ്ഞത് എന്തും ഞാൻ അനുസരിക്കാമെന്ന് ലച്ചു പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നീ ഈ വീട്ടിലെ പണികൾ മുഴുവനും ചെയ്യണമെന്ന് അപർണ ലച്ചുവിനോട് പറയാം. അത് കേട്ടപ്പോൾ ലച്ചുവിന് കാര്യം മനസ്സിലായി. സമ്മതമാണെങ്കിൽ നിനക്കിവിടെ കഴിയാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തോളാം, ഞാൻ എല്ലാം ചെയ്തോളാം, എന്നെ പഠിക്കാനൊന്ന് അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ബുക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ദേഹത്ത് കിടക്കുന്ന നിന്റെ ബുക്ക് ആദ്യം നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു, എന്നിട്ട് മതി പുസ്തകം താലോലിക്കലെന്ന് പറഞ്ഞു അപർണ അതിനെ പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അപർണയും ലച്ചുവും കൂടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു, വീട്ടുപണിയൊക്കെ ചെയ്യാമെന്ന് അവൾ സമ്മതിച്ചോ മോളേന്ന്? ഇവൾക്ക് സമ്മതമല്ലെങ്കിലേ നീ നിർബന്ധിക്കാനൊന്നും പോകണ്ട കേട്ടോ, അവൾ അവളുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി. അത് കേട്ടപ്പോൾ നീ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ലച്ചു ഇങ്ങനെ തള്ളയോട് പറയാൻ പാകത്തിന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. നന്ദി. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ.